ഞാൻ കേണൽ രാജീവ് മണാലി, പട്ടത്തുള്ള SCT ഹോസ്പിറ്റലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഇപ്പോൾ സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറന്ന സമയമാണ്. പല വേഷങ്ങളിലും രൂപങ്ങളിലും ഭാവങ്ങളിലും ലഹരി വിൽപ്പനക്കാർ ഈ പരിസരത്തൊക്കെ ചുറ്റി നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ലഹരി വിമുക്ത കേരളം ഒരു ക്യാമ്പയിനായിട്ട് ക്യാമ്പസുകളിൽ എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ ലഹരിയെക്കുറിച്ചും ആ ലഹരി കൊണ്ടുവരുന്ന വിപത്തിനെക്കുറിച്ചും സംസാരിക്കുന്നത്. ലഹരിയെ തടയുമ്പോൾ അല്ലെങ്കിൽ തടയാൻ വേണ്ടി നമ്മളൊരു ഒറ്റക്കെട്ടായിട്ട് സമൂഹം പ്രവർത്തിച്ചേ മതിയാവൂ. അതിനുള്ള സമയം ആഗമിച്ചിരിക്കുന്നു. നിത്യേന എന്നോണം നമ്മൾ പത്രങ്ങൾ കാണാം, ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര ലഹരി പദാർത്ഥങ്ങൾ കണ്ടെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ കണ്ടുപിടിച്ചിരിക്കുന്നു, പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിന് എത്രയോ അധികമാണ് നമ്മൾ കാണാതെ പോകുന്ന കേസുകൾ. റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ സ്കൂളുകളിലും കോളേജുകളിലും അതിൻ്റെ ചുറ്റുപാടുകളിലുമൊക്കെ ഇപ്പോൾ ലഹരി ജ്യൂസിലും ചോക്ലേറ്റിലും അതുപോലെ ആഹാര പദാർത്ഥങ്ങളിലുമൊക്കെ ചേർത്താണ് കുട്ടികൾ ഇരകൾ എന്ന് തന്നെ ഞാൻ പറയുന്നു കൊടുക്കുന്നത്. അവരെ കാലക്രമേണ ഇതിലേക്ക് അഡിക്ഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് എങ്ങനെയും തടഞ്ഞേ തീരൂ. ഇതിന് രണ്ട് ഘടകങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മാതാപിതാക്കൾക്ക് ഇതിലൊരു വലിയ റോളുണ്ട്. കുട്ടികൾ എന്തെങ്കിലും വ്യത്യാസമായിട്ട് പെരുമാറ്റത്തിൽ കാണുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സമയമില്ല, അച്ഛനും അമ്മയും ജോലിയിൽ വ്യാപൃതരായിരിക്കുകയാണ്, അതുകൊണ്ട് സമയമില്ല, കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ബേസിക് റെസ്പോൺസിബിലിറ്റി മാതാപിതാക്കളുടേതാണ്. കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അവരുടെ പഠനത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വ്യത്യാസം കാണുകയാണെങ്കിൽ അവിടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. കാരണവും കാര്യവും ഒക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അവരെ രക്ഷിക്കേണ്ടതുണ്ട്. വേറൊരു ഘടകം, വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം അധ്യാപികമാരുടേതാണ്. നിത്യേന കുട്ടികളെ സ്കൂളിൽ കാണുന്ന അധ്യാപകർക്ക് അവരിൽ വരുന്ന മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ സ്കൂളും കോളേജും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇതുപോലെയുള്ള ലഹരി വിൽപ്പനയെക്കുറിച്ചൊക്കെ ഒരു പരിധിവരെയെങ്കിലും ടീച്ചർമാർക്കും അറിവുണ്ടാകാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ അധ്യാപകരും മാതാപിതാക്കളും വിചാരിച്ചാൽ തന്നെ വലിയൊരു പരിധിവരെ ഈ ലഹരിയുടെ വിപത്ത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ഒരു അധ്യയന വർഷത്തിലെങ്കിലും ഇതിലേക്കായിട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പ്രവർത്തനം തുടങ്ങേണ്ടതുണ്ട്. അതിലായിരിക്കട്ടെ നമ്മുടെ ശ്രദ്ധ. ലഹരി വിമുക്ത കേരളം ഒരു മുദ്രാവാക്യം മാത്രമായാൽ പോരാ, നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അതിൽ വളരെയധികം സംഗതികൾ ശ്രദ്ധിച്ച് വേണ്ടത് ചെയ്യാനുണ്ട്. ഈ ഒരു സംരംഭം, നമ്മുടെ സമൂഹത്തിൻ്റെതായിട്ടുള്ള ഈ സംരംഭം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നന്ദി, നമസ്കാരം. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ, വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.